എന്ത് വേണം? അനു, ഞാൻ വന്നത് വിച്ചുമോനെ കാണാനാണെങ്കിൽ അവനിവിടെ ഇല്ല. ഭാനുമ്മ പുറത്തു പോയപ്പോ മോനെ കൂടെ കൊണ്ടുപോയി. അതല്ല, ഞാനൊരു കാര്യം അറിഞ്ഞു. അതേക്കുറിച്ച് അന്വേഷിക്കാനും വന്നേ. മഞ്ചാടി ജീവൻരാജിന്റെ കൂടെ പോയെന്ന് കേട്ടു. അത് സത്യമാണോ? സത്യമാണെങ്കിലും അല്ലെങ്കിലും അത് ഞങ്ങളുടെ കുടുംബക്കാര്യോ. പുറത്തുനിന്നുള്ളവര് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അനന്തം മാഷിന്റെ കുടുംബം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോ വലിയ സന്തോഷമായിരിക്കും. ആ സന്തോഷം നേരിട്ട് രേഖപ്പെടുത്താനായിരിക്കും വന്നത്. എന്നോട് ഈ കാര്യം പറഞ്ഞത് ഗോകുല. എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയില്ല. മഞ്ചാടിയും അച്ഛനെയൊക്കെ ഓർത്ത് വിഷമാ തോന്നിയത്. അവൻ ഒരിക്കൽ അവളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതല്ലേ. ഞാൻ വിചാരിച്ചു അവൻ്റെ ഒപ്പം തന്നെ മഞ്ചാടി പോയ കാര്യം നിങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. എങ്ങനെയെങ്കിലും ആ ജീവൻരാജിന്റെ കയ്യിൽ നിന്ന് മഞ്ചാടിയെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാ ഞാൻ വന്നതാനു. ഗൂഗിളും അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അല്ല, ഞങ്ങളൊന്ന് ശ്രമിച്ചാൽ. വേണ്ട. മഞ്ചാടി ആരുമില്ലാത്ത കുട്ടിയൊന്നും അല്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ടവര് അവളുടെ കാര്യത്തില് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. സഹായിക്കണമെന്നില്ല, ദ്രോഹിക്കാതിരുന്നാ മാത്രം മതി. നീ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? മഞ്ചാടി എനിക്ക് എന്റെ അനിയത്തെ പോലെയല്ലേ. അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യൂ? അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും കുഞ്ഞിനോടും ചെയ്തതോ? അതിനപ്പുറമൊന്നും അല്ലല്ലോ ഭാര്യയുടെ അനിയത്തി. ഒരപേക്ഷയുണ്ട്. നിങ്ങളുടെ അമ്മ ഈ കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് അവരെ ഈ കാര്യം അറിയിക്കരുത്. മഞ്ചാടിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാ മതി. അനു, രാവിലെ തന്നെ കയറി വന്നോളും മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താൻ. കണ്ണി പെട്ടുപോയി. അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് ഇന്ദ്രേട്ടൻ വന്നിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. മഞ്ചാടിയുടെ കാര്യം അന്വേഷിച്ചല്ലേ ഉള്ളൂ. അതാരായാലും അറിഞ്ഞാൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ എല്ലാവരും കയറി വന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. അതില് മറ്റുള്ളവരൊക്കെ തലയിടുമ്പോഴാ കൂടുതൽ നാറ്റക്കേസാവുന്നത്. എന്നാലും അനുചേച്ചി ഇന്ദ്രേട്ടനെ എങ്ങനെ ഇൻസൾട്ട് ചെയ്ത് വിടണ്ടായിരുന്നു. ചിലപ്പോൾ ആൾക്കത് വിഷമായിട്ടുണ്ടാവും. ചേച്ചി ഇന്ദ്രേട്ടനും തമ്മിൽ വഴക്കാണെങ്കിലും ഇപ്പൊ ഇന്ദ്രേട്ടൻ വന്നത് മഞ്ചാടിയുടെ കാര്യം അറിഞ്ഞതിന്റെ ടെൻഷനിൽ തന്നെ. ഞാൻ പറഞ്ഞ അല്പം കൂടിപ്പോയെന്ന് എനിക്കും അറിയാൻ ചേരും. പക്ഷെ എനിക്ക് ആ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റും. മറ്റുള്ളവർ വിഷമിക്കുമല്ലോന്നോർത്ത് പലതും മനസ്സിലടക്കി ജീവിച്ചോണ്ടാ എനിക്ക് ഇന്ന് ഈ നില വന്നത്. ഇനിയെങ്കിലും ഞാൻ എന്റെ കാര്യം മാത്രം ആലോചിച്ച് ജീവിക്കട്ടെ. ഇന്ദ്രേട്ടനും ഗോകുലേട്ടനും മനസ്സ് വെച്ചാ മഞ്ചാടി തിരിച്ചുകൊണ്ടുവരാൻ പറ്റിയാലോ? അത് വിചാരിച്ചെങ്കിലും ചേച്ചിക്ക് ഇന്ദ്രേട്ടനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പെരുമാറായിരുന്നു. ഇന്ദ്രേട്ടനും ഗോകുലും കൂടി എന്ത് ചെയ്യുന്ന നീ പറയുന്നേ? മഞ്ചാടി ഗോകുലിനെ തള്ളിക്കളഞ്ഞ് ജീവൻരാജിന്റെ കൂടെ പോയതിന് അവൻ അവളോട് പകയുണ്ടാവും. അതിന്റെ പേരില് ഗോകുൽ ഇന്ദ്രേട്ടനെ കൂട്ടുപിടിച്ച് മഞ്ചാടിയും ജീവനെയും അകറ്റിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ദയേ? ഇന്ദ്രേട്ടൻ രക്ഷകനായി അവതരിക്കാൻ നോക്കുന്നതും
മഞ്ചാടിയോടോ ഈ കുടുംബത്തിനോടോ ഉള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാണെന്നും നിങ്ങൾ ആരും കരുതണ്ട. എങ്ങനെയെങ്കിലും ഇവിടെയുള്ളവരെ സ്വാധീനിച്ച് ആ ഷോപ്പ് കൈവിട്ടു പോവാതെ നോക്കാൻ വേണ്ടിയാ. അതെന്തായാലും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ശരി. ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ചേച്ചി. ഇന്ദ്രേട്ടൻ അറിഞ്ഞ താമസിയാതെ മഞ്ചാടിയുടെ കാര്യം സുശീലാന്റി അറിയും. അവർക്ക് ഈ വാർത്ത കിട്ടിയ എന്താ സംഭവിക്കാന്നറിയാലോ. അനന്തമാഷിന്റെ കുടുംബത്തെ നാണം കെടുത്താൻ നാട് മുഴുവൻ അവരത് പാടി നടക്കും. പുതിയ കഥകൾ ഉണ്ടാക്കി അച്ഛനെയും മക്കളെയും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നാറ്റിക്കും. ഇതൊക്കെ തന്നെയല്ലേ ദയ അവരിതിന് മുന്നേ ചെയ്തിരുന്നത്. ഇനി അത് തന്നെ ചെയ്യട്ടെ. അവരെ പേടിച്ച് നമുക്ക് നാട് വിടാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ ഇതൊക്കെ എങ്ങനെയെങ്കിലും അതിജീവിക്കും. എന്റെ പേടി അച്ഛനെ ഓർത്തിട്ടാ. മക്കളിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിച്ചത് മഞ്ചാടിയെ. അവളിങ്ങനെ ഒരു ചതി ചെയ്തു എന്നറിയുമ്പോ അച്ഛൻ ഇതെങ്ങനെ സഹിക്കും? മഞ്ചാടി അവളെ കൂട്ടിക്കൊണ്ടു പോയവരും അച്ഛന്റെ തൊട്ടടുത്തുണ്ടായിട്ടും യാതൊന്നും അറിയാതെ അച്ഛൻ അവിടുന്ന് തിരിച്ചു വന്നില്ലേ ദയേ? ആ ക്ഷേത്രത്തിൽ വെച്ച് അച്ഛൻ അവളെ കണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? അതീന്ന് ദൈവം നമ്മുടെ അച്ഛനെ രക്ഷിച്ചതുപോലെ മഞ്ചാടിയുടെ കാര്യത്തില് നല്ലൊരു തീരുമാനം ഉണ്ടായ ശേഷമേ അച്ഛനെല്ലാം അറിയൂന്ന് നമുക്ക് ആശ്വസിക്കാം.